വന്നോളൂ. അങ്കിൾ ഒരു ഗോപി. ആ ഗോപി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം സാറേ. ആ മോളെ, ആന്റി ഒന്ന് വിളിച്ചേ. ആ പിന്നെ എങ്ങനെയുണ്ട്? നമ്മുടെ കൃഷിയൊക്കെ നന്നായിട്ട് നടക്കുന്നില്ലേ? ഉണ്ട് സാറേ. നാളികേരവും വാഴയും കുഴപ്പമില്ല. ബാക്കിയൊക്കെ അങ്ങനെ കൊണ്ടു നടക്കുന്നേ ഉള്ളൂ. ഒരു പ്രയോജനവും ഇല്ല. എന്തായാലും നമ്മുടെ ഭൂമിയിൽ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഒരു സുഖം വേറെ തന്നെയല്ലേ? അത് ശരിയാ. ഇത്തവണത്തെ വിളവെടുപ്പിന്റെ കുറച്ചു പച്ചക്കറിയും 2-3 ഏത്തക്കുലയും അടുക്കളയിൽ കൊടുത്തിട്ടുണ്ട്. അല്ല, രാസവളങ്ങളൊന്നും ചേർക്കാറില്ലല്ലോ? അതെ സാറേ. നമ്മുടെ തോട്ടത്തില് അതൊന്നും കയറ്റാറുകൂടിയില്ല. നന്നായി. മാഡം പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. അതനുസരിച്ച് തന്നെയാ കൃഷി ചെയ്യുന്നത്. ഗോപി, കഴിഞ്ഞ പ്രാവശ്യത്തെ കൃഷിയിൽ നമുക്ക് ഗുണമൊന്നുമില്ലല്ലേ? കുഴപ്പമില്ലായിരുന്നു മാഡം. ഇഞ്ചിയും മഞ്ഞളും നന്നായിരുന്നു. മഴയ്ക്ക് മുമ്പ് തെങ്ങിന്റെ തടവെടുക്കണമെന്ന് പറഞ്ഞത് ചെയ്തോ? ആ പണി തുടങ്ങി മാഡം. പണിക്കാര് കുറവാ. നമ്മുടെ ഫാമാണോ ആന്റി? ആ, കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. എനിക്ക് കൃഷി വലിയ ഇഷ്ടാ. ജൈവ കൃഷിയാ നമ്മൾ ചെയ്യുന്നത്. ഓർഗാനിക് മാത്രം. ഞാനിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. ഞാനും വരട്ടെ ആന്റി? ആ, നീയും പോന്നോ? കൃഷി രീതികളൊക്കെ കണ്ടുപിടിക്കുന്നത് നല്ലതാ. ഇവളെന്ത് കൃഷി പഠിക്കാൻ? ഗോപി ചെയ്തിട്ട് തന്നെ ഗുണമൊന്നുമില്ല. അപ്പഴാ ഗോപി ക്യാഷ്. ഇറങ്ങട്ടെ സാറേ. എന്താണ് ഇപ്പൊ കൃഷിയിലൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ്? ഇത്രയും നാൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പ്രസാദേട്ടന്റെ ഉത്തരവാദിത്തം അല്പം കുറയ്ക്കാമെന്ന് കരുതി. എല്ലാം പ്രസാദേട്ടനെ ഒറ്റയ്ക്ക് എത്ര കാലം ചെയ്യും? അങ്കിളിന് റെസ്റ്റ് വേണ്ടേ അല്ലേ ആന്റി? ഇവൾക്ക് എപ്പോഴും എന്നെ ഒരു രോഗിയായിട്ട് കാണാൻ എത്ര നിർബന്ധം? ഈ പ്രസാദേട്ടന്റെ ഒരു കാര്യം, നല്ലതും പിടിക്കില്ല ചീത്തയും പിടിക്കില്ല. ആതിര വെറുതെ പറഞ്ഞതാ. അതെങ്ങനെയാ? പോലീസിലല്ലേ ജോലി. എന്റെ അമ്മയുടെ സ്ഥലത്തുനിന്ന് എന്നെ ഓടിക്കാനായോ നീ? നിനക്കെന്താടി ഭ്രാന്തുണ്ടോ? എന്റെ പറമ്പിൽ കയറി തോന്നിയാസം കാണിച്ചതും പോരാ, ആതിരെ ചെളി തള്ളിയിട്ടോ? ഇവളെ തള്ളുകയല്ല, വേണ്ടി വന്നാ അവിടെ തന്നെ ഞാൻ അടക്കുകയും ചെയ്യും. എന്റെ അമ്മയ്ക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കരുതല്ലേ? നീ അധികാരവും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ സ്ഥലവേ നിന്റെ അമ്മയുടേതാണെന്ന് പോയി ചോദിച്ചിട്ട് വാടി, എന്നിട്ട് വന്ന് കുരയ്ക്ക്. എന്റെ അമ്മയും മാമനെയും നമുക്ക് വിളിപ്പിക്കാം. അവർക്കറിയാലോ ഈ സ്ഥലം ആരുടെയാണെന്ന്. ചേച്ചി, പ്രസാദ് സാർ ഇവിടെ വന്ന പ്രശ്നമാകും. പ്രിയ ഈ സ്ഥലം ചേച്ചിയുടെ പേരിൽ എഴുതി തന്ന വിവരം പ്രസാദ് സാർ അറിയും. അതാകെ പ്രശ്നത്തിലേക്ക് പോകും. അതിലും നല്ലത് നൈസായിട്ട് ഇവിടെ നിന്ന് ഒഴിയുന്നതാ. ദുർഗേച്ചി, നമുക്ക് പോവാം. ആന്റി എന്തോന്ന് പറയാത്തത്? ഈ കാട്ടുമാക്കാത്തി എന്നെ ചെളി കുളിപ്പിച്ചത് ആന്റി കണ്ടില്ലേ? ഈ സ്ഥലത്തിന് അധികാരം പറഞ്ഞു വന്ന ഇനി ചെളിയിൽ കുളിക്കാൻ പോകുന്നത് നിന്റെ ദുർഗാന്റി ആയിരിക്കും. അത്രക്കാ നീ ചുണയുണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് തള്ളിയിട്, ഞാനൊന്ന് കാണട്ടെ. അവളുടെ ചേച്ചി വിട്ടേക്ക്. തൽക്കാലം നമുക്ക് ഇവിടുന്ന് പോവാം. ആന്റി, ഇവളെ അടിച്ച് താഴെ തള്ളിയിട ആന്റി. ഇവൾക്കുള്ളത് ഞാൻ പിന്നീട് കൊടുത്തോളാം. നിങ്ങൾക്കുള്ളത് ഞാൻ ലേറ്റ് ആക്കുന്നില്ല. വീട്ടിൽ പോയി അമ്മയെ കണ്ടതിന് ശേഷം ഇന്ന് തന്നെ തന്നോളാം. പിടി. ഒന്നും അങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ആന്റി, എന്നെ ഞാൻ എന്ത് ചെയ്യും? സുലു, എന്നെ ഇങ്ങനെ നോക്കണ്ട. വെള്ളമല്ലേ കിടക്കുന്നത്, നമുക്ക് വൃത്തിയായിട്ട് കഴുകിയിട്ട് കൊണ്ടുപോവാം. വാ മോളെ, വാ. നിന്നെ ഞാൻ വിടില്ലടി. ഇപ്പോഴില്ല, പിന്നെ നടക്കാം. ഇപ്പോ ഇവരെ കൂടി അറിയിച്ച് ഈ സന്തോഷം കളയണോ? തൽക്കാലം ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ആഹാ, നീ നമ്മുടെ സ്ഥലം കാണാൻ പോയിട്ട് ഇത്രയും പെട്ടെന്ന് തിരിച്ചു വന്നോ? ഞാനില്ലാത്ത നേരം നോക്കി രണ്ടാളും റൊമാൻസിലാണല്ലേ? പിന്നെ ഈ വയസ്സാം കാലത്തല്ലേ ഒരു റൊമാൻസ്? നീ പോടി പെണ്ണെ. റൊമാൻസിന് പ്രായവും നേരവും ഇല്ലടോ പ്രിയേ. ആ, എപ്പോ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ആവാം, അല്ലേ ജയൻ സാറേ? അതെ അതെ. പിന്നെ നിന്റെ മുഖത്തെന്താ ഒരു ടെൻഷൻ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ തന്നെ അവിടെ എന്ത് പ്രശ്നം? തോട്ടത്തിലെ കൃഷിയൊക്കെ എങ്ങനെയുണ്ട്? ആ, കുഴപ്പമില്ല. അങ്ങോട്ട് പോയൊരാവശ്യം ഇങ്ങോട്ട് വന്നപ്പോ ഇല്ലല്ലോ. ആര് പറഞ്ഞു?
ഞങ്ങൾ അവിടെ പോയി കൃഷിയൊക്കെ നോക്കി തിരിച്ചു വന്നു. ആ കൃഷിയിടം എന്റെയും പ്രിയയുടെയും പേരിൽ വാങ്ങണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. പ്രിയയ്ക്ക് അതിലും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഏട്ടന്റെ പേരിൽ വാങ്ങിയാൽ മതി എന്ന് അവള് പറഞ്ഞത്. അത് പിന്നെ അങ്ങനെയാണല്ലോ. ഈ ലോകത്തിലെ ഏറ്റവും വിനീത വിധേയായ എളിമയുടെ ആൾരൂപമാണല്ലോ പ്രിയ. അവളുടെ സ്വഭാവം അതാ. സ്വഭാവത്തിന്റെ മഹിമ കൂടുതൽ പറയണ്ട. അന്ന് വീട് ഭാഗം വെക്കുമ്പോ കണ്ടതല്ലേ സ്വത്തിനോടുള്ള ആർത്തിയും വീതം വെച്ചെടുക്കാനുള്ള ആവേശവും. അന്ന് അവൾ അങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും. എന്ത് കാരണം? സ്വത്തിനോടും പണത്തോടും ഉള്ള ഒടുങ്ങാത്ത ആർത്തി, എങ്ങനെ എല്ലാം പിടിച്ചെടുക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹം, അത്രയേ ഉള്ളൂ. നീയേ ഇതുവരെ അവളെ മനസ്സിലാക്കിയിട്ടില്ല. നമ്മുടെ ഈ കൃഷിഭൂമിയുടെ പകുതി അവളുടെ പേരിൽ എഴുതി വെക്കാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്നറിയോ നിനക്ക്? ആ സ്ഥലത്തിന്റെ ആധാരം ഇപ്പോ എന്റെ കയ്യിലാ. അവൾക്കൊരു അവകാശവും അതിലില്ല. ഒരു പെൺകുട്ടിയല്ലേ അവൾക്ക്. അവളുടെ വിവാഹത്തിന് ആ സ്വത്ത് ഉപകരിക്കണം. കാര്യം നമ്മുടേതെന്നോ അവരുടേതെന്നുള്ള വേർതിരിവൊന്നും അല്ല. പിന്നെ എല്ലാത്തിനും ഒരു കണക്ക് വേണമല്ലോ. ആ സ്വത്ത് കണക്ക് പറഞ്ഞാ നമ്മുടേതാ. അർഹതപ്പെട്ടവരിൽ അത് വന്ന് ചേരുകയും ചെയ്യും. അതെ, അതിന്റെ അവകാശം തുളസിയിലൂടെ ആദ്യത്തിൽ എത്തും ചെയ്യും. ഇല്ല, അങ്ങനെ ആ സ്വത്ത് വന്ന് ചേരണ്ട. ആദ്യ വിലപേശി ഉറപ്പിക്കാനുള്ള തന്ത്രമൊന്നും ആ മണ്ണിന്റെ പേരിൽ പ്രസാദേട്ടൻ മെനയണ്ട. ദുർഗ, മണ്ണ് വെട്ടി അടർത്തുന്നതും ബന്ധങ്ങൾ വെട്ടിമുറിക്കുന്നതും സങ്കടമുള്ള കാര്യമാണ്. കഴിയുമെങ്കിൽ അത് രണ്ടും വേർപിരിക്കാതിരിക്കണം. എന്റെ മകന്റെ പേരിൽ ഒരു മണ്ണും വേണ്ട. അല്ലാതെ അത് എന്റെ കയ്യിൽ വന്ന് ചേരും. നീ എന്താ ഉദ്ദേശിച്ചത്? ആ സ്വത്തുക്കള് പ്രിയയുടെ നിന്ന് പിടിച്ചു വാങ്ങുമെന്നോ? അതൊരിക്കലും നടക്കില്ല. ഞാൻ അനുവദിക്കില്ല. ഞാനും എന്റെ അനിയത്തിയും തമ്മിലുള്ള ബന്ധത്തിന്റെ സാക്ഷ്യപത്രം ആ ഭൂമി. അതിൽ മറ്റാർക്കും അവകാശം പറയാനില്ല. അതൊക്കെ എന്നേ എന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. ഏതാപത്തിലും അവൾക്കൊപ്പം ഞാനുണ്ടാവുമെന്ന് അവൾക്ക് ബോധ്യപ്പെടാൻ നൽകിയതാ ആ ഭൂമിയും അതിന്റെ ആധാരവും. വില കൊണ്ടോ എഗ്രിമെന്റ് കൊണ്ടോ നിലനിർത്തേണ്ടതല്ല മനുഷ്യബന്ധം. പക്ഷേ ചില നേരത്ത് നിർജീവമായ ചില വസ്തുക്കൾ ജീവിതത്തെ സജീവമാക്കി നിർത്തും. ആ കൃഷിയിടം അങ്ങനെയാ. അവിടെ വളരുന്ന ഫലവൃക്ഷങ്ങൾ പോലെ കലർപ്പില്ലാത്തത്, ഞങ്ങളുടെ സ്നേഹം പോലെ. സിക്കന്ദർ, എന്തൊക്കെയാ വിശേഷം? 2019 മോഡൽ ബ്ലൂ കളർ സ്കൂട്ടർ 125cc. ഞാൻ ചോദിച്ചത് എന്ത്, നീ പറയുന്നത് എന്ത്? നീ വിശേഷം എന്താന്ന് ചോദിച്ചു, ഞാൻ വണ്ടിയുടെ വിശേഷം പറഞ്ഞു. നീ മൊത്തം നമ്പറാണെന്ന് എനിക്കറിയാം. നിന്റെ തലയ്ക്കൊപ്പേ ഈ നാട്ടിലാരും പിടിച്ചു നിൽക്കില്ല. അറിയാലോ. അപ്പൊ പിന്നെ മുട്ടാൻ വരല്ലേ. ദേ, വെറുതെ ഇരുമ്പിൽ കടിച്ച് പല്ല് കളയരുത്. അതവിടെ നിൽക്കട്ടെ, നീ നമ്മുടെ സ്ഥലത്ത് പോയിരുന്നോ? ഇവൻ എന്തോ അറിഞ്ഞിട്ടുള്ള വരവാണല്ലോ. ദുർഗാമ്മ അവിടെ ചെന്നെല്ലാം പറഞ്ഞോ? ഹലോ എൻസൈക്ലോപീഡിയ, നീ എന്തൊന്നും പറയാത്ത? ഇക്കാര്യത്തില് ഒരറിവില്ലാത്ത പോലെയാണല്ലോ നിന്റെ നിൽപ്പ്. എന്താ നിനക്ക് അറിയണ്ടേ? നീ ഇന്ന് നമ്മുടെ സ്ഥലത്ത് പോയിരുന്നോ? നമ്മുടെ സ്ഥലം എന്ന് പറയാൻ നിനക്കും എനിക്ക് ഷെയർ ആയിട്ടൊന്നും ഇല്ലല്ലോ. നമ്മുടെ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഷെയർ ഒന്നും അല്ല. എന്റെ നിന്റെ വീട്ടുകാരുടെ പേരുള്ള സ്ഥലമില്ലേ, അവിടെ നീ പോയോന്നാ ഞാൻ ഉദ്ദേശിച്ചത്. നീ ഇപ്പൊ അതറിയുന്ന എന്തിനാ? ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറ. നീ പോയോ ഇല്ലയോ? ഇല്ല, പോയില്ല. നീ പിന്നെയും പിന്നെയും ചോദിക്കുന്നുണ്ടല്ലോ. എന്താ, എന്തെങ്കിലും മഹാത്ഭുതം അവിടെ സംഭവിച്ചോ? തെങ്ങില് മാങ്ങ ഉണ്ടാവുകയോ പാടത്ത് പാല് പൂക്കുകയോ അങ്ങനെ എന്തെങ്കിലും? അതല്ല, അമ്മ ആതിര അവിടെ പോയിരുന്നു. അവിടെ വെച്ച് ആതിര എന്താ വീണു എന്നും പറഞ്ഞു. എന്നെ ഓടിക്കാനായോ നീ? എടി, നീ അവിടേക്ക് പോവുകയും അവിടെ വെച്ച് എന്തെങ്കിലും വഴക്കുണ്ടായി ആതിര ചെളിയിലേക്ക് തള്ളിയിടുകയും ചെയ്തോ എന്ന് എനിക്കൊരു സംശയം. അത് ചോദിക്കാനാ ഞാൻ വന്നത്. വന്നപ്പോ നീ സ്കൂട്ടർ ഒഴുകുന്നു. ഇത് രണ്ടും കൂടി കൂട്ടി വായിച്ചപ്പോഴേ എനിക്കൊരു സംശയം. നിന്റെ അമ്മയുടെ അസുഖം നിനക്കും തുടങ്ങി. എന്തസുഖം? ചേച്ചി ഇപ്പോഴും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുകയാണോ? മനസ്സിൽ അങ്ങോട്ട് പോകുന്നില്ല. ആതിരയല്ല അവള് ചെളി തള്ളിയിട്ടത്, എന്നെയാ. അത് പിന്നെ ചോദിക്കാനുണ്ട്. ബുദ്ധിയുള്ള ആർക്കും ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമല്ലേ അത്. ഇതിന് ഞാൻ അവളോട് പ്രതികാരം ചോദിച്ചിരിക്കും. തീർച്ചയായും ചോദിക്കണം ചേച്ചി. ഇല്ലെങ്കിൽ പിന്നെ ഒരിക്കലും അവളെ ജയിക്കാൻ നമ്മളെ കൊണ്ട് പറ്റാതാവും.
ഞാൻ ഇപ്പൊ തന്നെ അവളെ പോയി കണ്ടാലോന്നാ. ഇപ്പോഴെന്തായാലും വേണ്ട ചേച്ചി. അതെന്താ? തുളസിക്ക് ആവശ്യത്തിനുള്ളത് ചേച്ചി ആ സ്പോട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആതിരയെ അവള് ശാരീരികമായാണ് ഉപദ്രവിച്ചതെങ്കിൽ ചേച്ചി തുളസിയുടെ മനസ്സിനെയാ മുറിവേൽപ്പിച്ചത്. കണ്ണ് കലങ്ങിയിട്ടാ അവൾ അവിടുന്ന് പോയത്. അതെയോ? നീ കണ്ടോ? പിന്നെ തന്നെയുമല്ല, പാടത്ത് നടന്ന കാര്യങ്ങൾക്ക് ഇപ്പൊ നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നതാവും നല്ലത്. അത് ഞാൻ ആലോചിക്കാകെയല്ല. പെട്ടെന്നൊരു ഇഷ്യൂ ഉണ്ടായ ഞാൻ പ്രിയയുടെ കയ്യിൽ നിന്ന് ആധാരം വാങ്ങിച്ച കാര്യം പ്രസാദേട്ടൻ അറിയും. ആ അത് തന്നെ. പ്രസാദേട്ടൻ അറിഞ്ഞാ അത് വലിയ പ്രശ്നമാവും. അതറിയാവുന്നോണ്ടാ ഞാൻ അടങ്ങിയിരിക്കുന്നത്. കൃഷിസ്ഥലത്ത് നടന്ന കാര്യങ്ങൾ തൽക്കാലം ഒന്ന് കെട്ടടങ്ങട്ടെ. തുളസിക്ക് പണിയെടുക്കാനുള്ള അവസരേ അവള് തന്നെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് തരും. സ്ഥലത്തിന്റെ ആധാരം എന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം ജയവും നമ്മുടെ ഭാഗത്ത് തന്നെയായിരിക്കും. അതെ, പാവം ആതിരയ്ക്ക് വല്ലാതെ വേദനിച്ചെന്ന് തോന്നുന്നു. അവൾക്ക് ശക്തിയില്ലാഞ്ഞിട്ടല്ലേ? കിട്ടിയ അവസരം ഉപയോഗിച്ച് ആ നരുന്ത് പെണ്ണിനെ ചെളിയിൽ ചവിട്ടി താഴ്ത്തണ്ടായിരുന്നു അവള്. എനിക്കെന്റെ കൈ ധരിച്ച് വന്നതാ. നമ്മൾ 3 പെണ്ണുങ്ങൾ ഉണ്ടായിട്ടും ആ കൊഞ്ചിനെ തൊലി കളഞ്ഞതുപോലുള്ള പെണ്ണിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ എനിക്ക് ആലോചിക്കുമ്പോ എന്നോട് തന്നെ ലജ്ജ തോന്നുവാ. ആ ലജ്ജ ഇപ്പൊ തോന്നിയിട്ട് കാര്യമൊന്നുമില്ല. അതെ അതെ, തോന്നേണ്ടത് തോന്നേണ്ടപ്പോ തോന്നണായിരുന്നു അല്ലേ? മാത്രമല്ല, ഇവിടെ ഉണ്ടാക്കുന്ന സകലതിന്റെയും ടേസ്റ്റ് അറിയാം. വേണമെങ്കിൽ അതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് പോലും ഇവൾക്കറിയാം. എന്റെ മരുമകള് തുളസിയല്ല, ദേ ഇവളാ ഞാൻ. പ്രസാദേട്ടന്റെ പെങ്ങളുടെ മകളെന്ന നിലയ്ക്കാവല്ലേ നിങ്ങൾ മരുമകളെന്ന് തെറ്റിദ്ധരിച്ചത്? ഞാൻ പറഞ്ഞത് എന്റെ മകൻ ആദിത്യന്റെ ഭാര്യയാവാൻ പോകുന്നവളെന്ന നിലയിലാ. സോറി മാഡം, ഞാൻ അറിഞ്ഞില്ല. ആ, നമുക്ക് അങ്ങോട്ടിരിക്കാം. വൃത്തിയേടാക്കി. നിനക്ക് തടി കണ്ണു കാണാൻ വയ്യേ? അയ്യോ മാഡം, തുളസിയല്ല, ആതിരയാണ് തുളസിയുടെ പ്ലേറ്റിലേക്ക് വന്ന് വീണത്. വന്നു വീഴാൻ ഇവളെന്താ പാറ്റയോ മറ്റോ? പാറ്റയായാലും പരുന്തായാലും കൊള്ളാം. ഇനി ഇതൊന്നും കഴിക്കാൻ കൊള്ളില്ല. ഇതിന്റെ കാശ് വന്നിട്ട് പോയാ മതി. അമ്മയും മരുമോളും. എന്റെ ആദിമോൻ കല്യാണം കഴിക്കാൻ പോകുന്നവളാണ് ആതിര എന്ന് പറഞ്ഞ എന്റെ കലിയാ നിനക്കല്ലേ? നിങ്ങളുടെ മോൻ ആരെ കല്യാണം കഴിച്ചാലും എനിക്കെന്താ? ആതിരയുടെ ഡ്രസ്സിൽ അഴുക്കായത് കണ്ടില്ലേ? മര്യാദയ്ക്ക് അത് തുടച്ചു കൊടുക്ക്. ഞാനെന്തിനു തുടച്ചു കൊടുക്കണം? ഇവളല്ലേ എന്റെ പ്ലേറ്റിലേക്ക് വന്ന് വീണത്. നീ അവളെ കരുതി കൂട്ടി കാല് വെച്ച് തള്ളിയിട്ടതല്ലേ? എനിക്കറിയാത്. അതെ, ഞാനും കണ്ടതാ ഇവള് കാല് വെച്ച് തള്ളിയിടുന്നത്. ഇത് വലിയ കഷ്ടായല്ലോ. ഇല ചെന്ന് മുള്ളി വീണാലും മുള്ളു ചെന്ന ഇല വീണാലും കുറ്റ ഇലയ്ക്ക് തന്നെ പറഞ്ഞ പോലെ കാര്യങ്ങള്. നിന്റെ പഴഞ്ചൊല്ലി കേൾക്കാനുള്ള സമയം എനിക്കില്ല. നിങ്ങക്ക് സമയം ഉണ്ടാകുമ്പോ എന്നെ വിളിച്ചാ മതി. ഞാൻ വീട്ടിൽ വന്ന് കുറച്ച് പഴഞ്ചൊല്ലുകൾ പറഞ്ഞുതരാം. അതിന് കുറവുണ്ട് നിങ്ങളുടെ മരുമോൾക്ക്. നീ ഇനി കൂടുതൽ സംസാരിക്കണ്ട. ആന്റി, എന്റെ ഡ്രസ് ക്ലീൻ ചെയ്ത് തരാൻ പറ. എന്താ നിനക്ക് കയ്യില്ലേ? അതോ അതും നിന്റെ ആന്റി ഷെൽഫിൽ വെച്ച് പൂട്ടിയിട്ടാണോ വരുന്നത്? മര്യാദയ്ക്ക് എന്റെ ഡ്രസ് ക്ലീൻ ചെയ്ത് താടി. നീ നിന്റെ ദുർഗാന്റി വിളിക്കുന്ന പോലെ എടി പൊടിന്നൊക്കെ എന്നെ വിളിക്കാൻ തുടങ്ങിയല്ലേ എന്റെ വിധം മാറും. തുളസി, വെറുതെ ഇഷ്യൂ ഉണ്ടാക്കണ്ട. ഞാൻ വേണമെങ്കിൽ തുടച്ചുതരാം. വേണ്ട, ഇവള് തന്നെ തുടയ്ക്കണം. തുടയ്ക്കാം. അയ്യോ, ഇത് തുടച്ചാ പോവില്ല, കഴുകേണ്ടി വരും. എന്നാ വേഗം കഴുകി കൊടുക്കും. ഇപ്പൊ തന്നെ കഴുകി കൊടുക്കാം. ചെല്ലുമോളെ. നിന്നെ ചെളിയിൽ വീഴ്ത്തിയപ്പോഴേ ഇവളെ കൊണ്ട് തന്നെ കഴിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാ. ദൈവം അതിനൊരു അവസരം ഇപ്പോഴാ കൊണ്ടുവന്ന് തന്നത്. അതെ, ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ പ്രായശ്ചിത്തം ചെയ്തല്ലേ പറ്റൂ. വരൂ ആതിരെ, നിങ്ങളും വാ. വാ.
വേണ്ടാന്ന് പറഞ്ഞില്ലേ ആന്റി? Stop it. Stop, തുളസി. എന്തുപടി കാണിക്കുന്നു? നിർത്താൻ. What the hell are you doing? No. ഇതാണ് മാഡം വാട്ടർ സർവീസ്. ആന്റി പറ. ആന്റി please. ഇല്ല പറ്റില്ല മാഡം. തുടക്കം തോറും കൂടി കൂടി വരുന്ന അഴുക്കാണ് നിങ്ങളുടെ മരുമോളുടെ ഡ്രസ്സിലുള്ളത്. അതുകൊണ്ട് സർവീസ് നിർത്താൻ പറ്റില്ല. അലറാതടി. ഇതേ സൗജന്യ സേവനം. കാശൊന്നും വേണ്ട. പറഞ്ഞത് നീ മനുഷ്യ സ്ത്രീയല്ല, രാക്ഷസിയാ. നോക്കിക്കോ, ഇവളെ വെള്ളം ഒഴിപ്പിച്ച് നനപ്പിച്ചതുപോലെ നിന്നെ ഞാൻ കണ്ണീരിൽ കുളിപ്പിക്കും. ആവശ്യമില്ലാതെ തുളസിയെ നോവിക്കാൻ നോക്കിയാലേ ഇതല്ല ഇതിനപ്പുറവും തുളസി ചെയ്യും. ഇന്നലെ ഞാൻ ആ സ്വപ്നം കണ്ടു. കതിർമണ്ഡപവും നാദസ്വരമേളവും കത്തിച്ചു വെച്ച നിലവിളക്കിന് സാക്ഷിയാക്കി എന്റെ ആദി നിന്റെ കഴുത്തിലെ താലി കെട്ടുന്നു. ആളുകൾ മംഗളാശംസ നേർന്നുകൊണ്ട് നിങ്ങൾക്ക് പുഷ്പവൃഷ്ടി നടത്തുന്നു. അനുഗ്രഹത്തിനായി നിങ്ങൾ എന്റെയും പ്രസാദേട്ടന്റെയും കാൽ തൊട്ട് വന്നിക്കുന്നു. നിന്റെ നെറുകയില് പ്രസാദേട്ടൻ കൈവച്ച് ദീർഘസുമംഗലി ഭവാന്ന് അനുഗ്രഹിക്കുന്നു. നീ നോക്കിക്കോ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കും. പക്ഷെ ആന്റി, ആദ്യേട്ടൻ എന്നെ ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല. എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ ആദ്യേട്ടന്റെ ശ്രമം. അതൊന്നും നീ കാര്യമാക്കണ്ട. ആദ്യം എന്തൊക്കെ പറഞ്ഞാലും അവനെ സ്വന്തമാക്കാൻ നീ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ആദ്യം നീ നിന്റേതാക്കി മാറ്റണം. ഈ ആഭരണങ്ങൾ നിന്റെ കഷ്ടപ്പാടിനുള്ള പാരിതോഷികമാ. ഇതെല്ലാം എനിക്കുള്ളതാണോ? അതെ, നീ ഇതൊക്കെ എടുത്തൊന്ന് അണിഞ്ഞേ ആന്റി ഒന്ന് കാണട്ടെ. അയ്യോ, താങ്ക് യു ആന്റി, മൈ സ്വീറ്റ് ആന്റി. ദേവമംഗലം തറവാട്ടിലേക്ക് വിവാഹം കഴിച്ചു വരുന്നവർക്ക് പാരമ്പര്യമായിട്ട് നൽകിപ്പോരുന്ന ആഭരണങ്ങളായത്. ഇതിന്റെ മൂല്യം കാശുകൊണ്ട് തിട്ടപ്പെടുത്താനാവില്ല. ഇവിടുത്തെ മുത്തശ്ശിക്ക് അവരുടെ അമ്മ കൈമാറി, അമ്മ അത് എനിക്ക് കൈമാറി, ഞാനിത് നിനക്ക് കൈമാറുന്നു. ദുർഗേ, ഓ, പാഴ്സൽ ഫുഡാണല്ലേ? അപ്പൊ ഇന്നും ആതിരയായിരിക്കും ദേവമംഗലത്തെ ഫുഡ് ഉണ്ടാക്കുന്നത്. ചെട്ടിനാട് ചിക്കനോ അതോ തനി നാടൻ ചിക്കനോ? അവൾ ഉണ്ടാക്കുന്ന ചെട്ടിനാടൻ ചിക്കൻ പട്ടി പോലും കഴിക്കില്ലെന്ന് സുലുനൊന്ന് പറഞ്ഞു മനസ്സിലാക്കിയാലെന്താ? ഇത് ആതിരയെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നൊന്നുമല്ല. അവളോടെ അവൾക്ക് അറിയാവുന്ന പണി വല്ലതും ചെയ്യാൻ പറ. വെറുതെ എന്റെ മാമന്റെ വയറ് ചീത്താക്കാതെ. ആതിരയെ നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. അവളൊരു പാവം കുട്ടിയല്ലേ? പാവക്കുട്ടിയോ? പാവക്കുട്ടിയല്ല, പാവം കുട്ടി. ആ, അതെനിക്ക് മനസ്സിലായി. നിന്നെ എന്തായാലും ദുർഗേച്ചി വെറുതെ വിടൊന്നും നീ കരുതണ്ട. എനിക്കങ്ങനെ ഒരു വിചാരവും ഇല്ല. സുലുവും ദുർഗാമയും പിന്നെ ആ പാവക്കുട്ടിയും എന്നെ തിന്നാൻ വന്നിട്ട് എന്തായി? അതിനുള്ളത് നിനക്ക് വേറെ തരുന്നുണ്ട്. ഓ, അപ്പൊ എല്ലാം സെക്ഷൻ തിരിച്ചു വെച്ചിട്ടുണ്ടല്ലേ? ആതിരയെ നീ കുളിപ്പിക്കുമല്ലേ? അവളെ കുളിപ്പിക്കുക മാത്രല്ല, വേണ്ടി വന്നാ അവളെ കുളിപ്പിച്ചു കിടത്തും. നീയേ ഒരു പെണ്ണ, ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല. ഈ പറയുന്ന ആളും ദുർഗാമയും പിന്നെ നിങ്ങളുടെ ആദരയൊക്കെ ആണാണോ? അതെനിക്ക് പുതിയ അറിവാ. ആ ഷോപ്പില് ആളുകളുടെ ഇടയിൽ വെച്ചാ നീ ആതിരയെ കുളിപ്പിച്ചത്. മരണം വരെ അത് അവളുടെ മനസ്സിലുണ്ടാവും. ആ, ജീവിതത്തിൽ ആദ്യമായിട്ട് വിളിച്ചതല്ലേ? മരണം വരെ അക്കാര്യം മനസ്സിലുണ്ടാവുന്നത് എന്തുകൊണ്ട് നല്ല കാര്യം. അപ്പൊ ശരി, പോട്ടെ. ആ, നിക്ക് 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 നിക്ക്, നിന്നോട് പറയാനുള്ളത് മുഴുവനും പറഞ്ഞിട്ടില്ല. ആതിരയുടെ കുളിയെ പറ്റിയോ അതോ അവൾ ഉണ്ടാക്കുന്ന പട്ടിനാട് ചിക്കനെ പറ്റിയോ? രണ്ടിനെ പറ്റിയോ അല്ല. പിന്നെ നീ കാരണം ദേവമംഗലത്ത് നിന്നും ഒരു പട്ടിയെ പോലെ തെരുവിലേക്ക് ഇറക്കി വിടാൻ പോകുന്ന നിന്റെ മുത്തശ്ശിയില്ലേ, രുക്മിണി അമ്മ, അവരെ കുറിച്ച്. മുത്തശ്ശിയെ തെരുവിലേക്ക് ഇറക്കി വിടാനോ? ആര്? നിന്റെ ദുർഗാമ്മ തന്നെ. അനാവശ്യം പറയരുത്. നിനക്ക് അനാവശ്യമായി തോന്നുന്നതാ.
ദുർഗേച്ചിയെ സംബന്ധിച്ച് അത് ആവശ്യമാ. ദുർഗാമ്മയ്ക്ക് എന്നോടല്ലേ ശത്രുതയുള്ളൂ. മുത്തശ്ശിയോട് ദുർഗാമ്മയ്ക്ക് ഒരു ശത്രുതയില്ല. പിന്നെ എന്തിനു മുത്തശ്ശി അവിടെ നിന്ന് ഇറക്കി വിടണം? അങ്ങനെ വിശദമായി ചോദിക്ക്. നിന്റെ കഠിനവ്രതം ഉണ്ടായിരുന്നല്ലോ ഏതോ കടിച്ചാ പൊട്ടാത്ത രാജ്യത്ത്. എന്തായിരുന്നു ആ അമ്പലത്തിന്റെ പേര്? തൃക്കോട്ടൂർ അമ്പലത്തിന്റെ കാര്യമാണോ? അത് തന്നെ, തൃക്കോട്ടൂർ അമ്പലം. നീ അവിടെ ചെന്ന് മനസ്സിൽ ആഗ്രഹിച്ചത് എന്തായിരുന്നു എന്ന് ഇപ്പോഴല്ലേ ഞങ്ങൾക്ക് മനസ്സിലായത്. അത് പ്രസാദ് സാറിന്റെ ജീവന് വേണ്ടിയോ നിനക്കാദ്യ സ്വന്തമായി പുഴുങ്ങി തിന്നാൻ വേണ്ടിയൊന്നും ആയിരുന്നില്ലല്ലോ. ആ പാവം തള്ളയെ ആ വീട്ടിൽ നിന്ന് ഓടിച്ചു വിടാൻ വേണ്ടിയായിരുന്നു എന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. എന്തായാലും നിന്റെ ആഗ്രഹം ദൈവം കേട്ടു. ഇത്ര ശക്തിയുള്ള ദൈവമാണ് ആ അമ്പലത്തിലെന്ന് എനിക്കറിയില്ലായിരുന്നു. സുലിച്ചേച്ചി എന്താ ഉണ്ടായത്? ഒന്ന് വേഗം പറ. സുലിച്ചേച്ചിയോ? ദുർഗമ്മയുടെ വാലെന്ന് എർത്തുന്നൊക്കെയല്ലേ നീ വിളിക്കുന്നേ? അങ്ങനെ വിളിക്കടി. എന്നാലും പറയാം. പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് ഭസ്മവും ചന്ദനവും തൊട്ട് പ്രാർത്ഥനയും വഴിപാടുമായി നടന്ന ഒരു പാവം തള്ളയെ നീ കൊലയ്ക്ക് കൊടുത്തില്ലേ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നിനക്ക് ദേഷ്യമല്ല വരേണ്ടത്, സങ്കടാ വരേണ്ടത്. സ്വന്തം മുത്തശ്ശിയെ തെരുവിലിറക്കേണ്ടി വന്നതിന്റെ സങ്കടം. എന്താ കാര്യം വെച്ചാ പറയാനല്ലേ പറഞ്ഞത്? കൈവിട്. നീ എന്നോടല്ല ദേഷ്യം കാണിക്കേണ്ടത്. ദേവമംഗലത്ത് വെടിയുണ്ട നെഞ്ചിൽ പേരി നടക്കുന്ന നിന്റെ മാമന്റെ ഭാര്യയില്ലേ, അവരോട് പോയി തീർക്ക് നിന്റെ അരിശം. അപ്പ അവര് പറഞ്ഞു തരും ഉണ്ടായത് എന്താണെന്നും അവരെന്തിനാണ് നിരാഹാരവ്രതം അനുഷ്ഠിക്കുന്നതെന്നും. നിരാഹാരവ്രതം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് സ്കൂട്ടറിൽ കറങ്ങി നടക്കുക. നിനക്ക് അഭിമാനം എന്നൊന്നുണ്ടോടി? വേഗം പറഞ്ഞോ എന്താ ഉണ്ടായെന്ന്, ഇല്ലെങ്കിൽ ഈ തറയിലിട്ട് ഉരുട്ട് ഞാൻ. പിന്നെ തൃക്കോട്ടൂർ അമ്പലത്തില് നിന്റെ സഹായിയായി ആരായിരുന്നു ഉണ്ടായിരുന്നത്? പറമോള് തുളസി. അത് തന്നെ. ഇനി അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ നിന്നിട്ട് ഒരു കാര്യമില്ല. കള്ളിയെ കയ്യോടെ പിടിച്ചിരിക്കുക ദുർഗേച്ചി. വേഗം ചെന്ന് രക്ഷിച്ചില്ലെങ്കിലേ നിന്റെ രുക്മിണിയമ്മ ഇതിലേ ഇങ്ങനെ തെണ്ടി നടക്കുന്നത് കാണേണ്ടി വരും. പിന്നെ നീ അമ്മ എന്ന് പേര് കൂട്ടി വിളിക്കുന്ന ദുർഗാമ്മയില്ലേ, അവരതിന്റെ സത്യാവസ്ഥ അറിയുന്നത് വരെ പച്ച വെള്ളം പോലും കുടിക്കില്ലെന്ന് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുക. അതുകൊണ്ട് എനിക്കുള്ള ഫുഡ് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചു. എനിക്ക് പട്ടിണി കിടക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് വ്രതവും ശബ്ദമൊന്നും ഇല്ല. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ഞാൻ പൊക്കോട്ടെ. ബൈ.